ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിലീപിന്റെ പുതിയ മൂവിയായിട്ടുള്ള ബബ്ബായെ ചുറ്റിപ്പറ്റി ഒരു പുതിയ കോൺട്രവേഴ്സി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു സിനിമ കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിവാദമാവാൻ സാധ്യതയുള്ള മൂവിയാണ്. കാര്യം ഇതിനകത്ത് കാണിച്ചേക്കുന്ന പല കാര്യങ്ങളും റിയൽ ലൈഫുമായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന ഇൻസിഡന്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു കാര്യം ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ചെറിയ സീനായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സീൻ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയം അല്ലെങ്കിൽ കോൺട്രവേഴ്സി ആവാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ഒരു ഇനി പറയാൻ പോകുന്ന സിനിമയിലുള്ള ഒരു സീനെ പറ്റിയാണ്. ചെറിയൊരു സ്പോയിലറാണ്, വലിയ സ്പോയിലർ ഒന്നും അല്ല. ഇതിനകത്ത് ഇനി കഥ പറഞ്ഞാലും ഈ സിനിമയുടെ കഥ മൊത്തം കുത്തിയിരുന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, കാര്യം കഥയില്ല. നമ്മളൊരു തിയേറ്റർ മൂവിയാണ്, അല്ല വീട്ടിൽ ഇരുന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ അയ്യ എന്തൊരു പട്ടിപ്പടം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ തിയേറ്ററിൽ പോയി ഒരു ഫെസ്റ്റിവൽ മൂടി ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ കൈയടിക്കാനുള്ള വകുപ്പുണ്ട്. ഞാൻ എന്റെ റിവ്യൂവിൽ പറഞ്ഞ പോലെ ഇതൊരു ബിലോ ആവറേജ് മൂവിയാണ്, പക്ഷെ കൈയടിക്കാനുള്ള വകുപ്പുണ്ട്. ബിലോ ആവറേജ് മൂവിയാണ്, കൈയടിക്കാനുള്ള വകുപ്പുണ്ട്. കാര്യം ലാലേട്ടൻ മുണ്ട് മടക്കുന്നതും ബാക്കിയുള്ള അലവില്ലാതി പരിപാടി കണ്ടു കഴിഞ്ഞാൽ കൈയടിക്കൂടെ. അതാ പറഞ്ഞൊരു ഫെസ്റ്റിവൽ ടൈപ്പ് മൂവിയാണ്. വലിയൊരു ക്രൗഡിന്റെ കൂടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റിയ മൂവിയാണ്. അതാണ് ഞാൻ അത്രേ ഉള്ളൂ. അല്ലാതെ വലിയൊരു കഥയോ മാങ്ങാണ്ടി ഒന്നും ഇതിനകത്തില്ല. ഇതിനകത്ത് ആദ്യം തന്നെ ഇവരൊക്കെ ജാമ്യം എടുത്തതിന്റെ പേരിൽ ലോജിക്ക് വെച്ച് സിനിമ കാണാനും പറ്റത്തില്ല. ഇത് എന്തായാലും OTT ഇറങ്ങുന്ന സമയത്ത് ട്രോളിന്റെ പെരുമഴയാവാനുള്ള സാധ്യത ഒരുപാടുണ്ട്. സാധ്യതയല്ല, പെരുമഴയായിരിക്കും. ലാലേട്ടൻ അടക്കം ട്രോളിന്റെ പെരുമഴ കിട്ടാനുള്ള സംഭവമുണ്ട്. അതുപോലെ തന്നെ റീല് കട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള കുറെ സീൻസും ഉണ്ട്. മാസ് ബീജം കയറ്റിയിട്ട് റീല് കട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള സീൻസും അതുപോലെ ഉണ്ട്. രണ്ടും ഉണ്ട് ഇതിനകത്ത്. ഇപ്പൊ ലാലേട്ടന്റെ ഡാൻസ് ആണെങ്കിലും, ലാലേട്ടന്റെ മുണ്ട് ചടിയാണെങ്കിൽ, ലാലേട്ടന്റെ മുണ്ട് പൊടക്കലാണെങ്കിൽ, മൊത്തം ലാലേട്ടൻ തന്നെ. ലാലേട്ടൻ എന്ത് പറയാൻ, അതൊക്കെയാണെങ്കിൽ ലാലേട്ടന്റെ ഹൈപ്പ് കിട്ടുന്ന സീൻസ് ഒക്കെയാണ്. പക്ഷെ വേറെ കുറെ സീൻസിലോട്ട് വരുമ്പോഴത്തേക്ക് കാട്ടവരാ തൊട്ട് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, വാട്ട് എവർ, അത് എന്തിലൊക്കെ ആവട്ടെ. ഇപ്പൊ നമുക്ക് ഈ ഒരു സിനിമയുടെ ഇപ്പൊ വിഷയമായ സീനിലോട്ട് വരാം. ഇതിനകത്ത് ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസന്റെ അടുത്ത് ഈ നമ്മുടെ ദിലീപിനകത്തൊരു ഈ സിനിമയുടെ കഥാതന്തു എന്ന് പറയുന്നത് നമ്മുടെ CID മൂസയുടെ ക്ലൈമാക്സ് ഉണ്ടല്ലോ, CM-നെ തട്ടിക്കൊണ്ട് പോകുന്ന ക്ലൈമാക്സ് ആണ് ദിലീപ് രക്ഷിക്കുന്ന ക്ലൈമാക്സ്. ഏതാണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ആ ഒരു ത്രെഡ് വലിച്ചു നീട്ടി 2.5 മണിക്കൂർ സിനിമയാക്കി വെച്ചേക്കാണ്. CM-നെ ദിലീപ് തട്ടിക്കൊണ്ട് പോകുന്നു. ഇതാണ് തുടക്കം തൊട്ട് ഒടുക്കം വരെ ഈ ഒരു സംഭവമാണ്. അപ്പൊ തട്ടിക്കൊണ്ട് പോകുമ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത്. ഞാൻ ഈ കഥ പറഞ്ഞെന്ന് പറയുന്നത് ഒരു സ്പോയിലറും ഇല്ല, ഒന്നുമില്ല. ഇനി സ്പോയിലർ പറഞ്ഞ് കുളവാക്കിയെന്നും പറഞ്ഞ് ഇങ്ങോട്ടൊന്നും വരാൻ നിൽക്കണ്ട. അപ്പോ കഥയിലോട്ട് വരാം. അപ്പൊ ഈ കോൺട്രവേഴ്സി ആയിട്ടുള്ള കുറെ നേരിട്ട് പറയുന്നത് കോൺട്രവേഴ്സി ആയ സീൻ എന്തോ എന്ന് പറയുന്നില്ല, പറഞ്ഞു തൊലയുടെ. അപ്പൊ പറയാം. അപ്പൊ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസന്റെ അടുത്ത് ദിലീപിന്റെ തട്ടിക്കൊണ്ടു പോകലിനെ പറ്റി പറയാണ്. ഇവൻ ആദ്യമായിട്ടൊന്നും അല്ല ഇതുപോലെ ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നത്. ഇതിനു മുമ്പ് ഇവൻ ഇതുപോലെ തട്ടിക്കൊണ്ടു പോകലൊക്കെ നടത്തിയിട്ടുള്ളവനാണ്. ധ്യാൻ പറയാണ്, രമണിയെ പണ്ട് അണ്ണൻ ഇതുപോലെ തട്ടിക്കൊണ്ടു പോയതാണ്. അപ്പൊ വിനീത് എന്നിട്ടാന്ന് ചോദിക്കും. അപ്പം ധ്യാൻ പറയും, രമണി അണ്ണൻ കൊണ്ടുപോയി കറന്നു, രമണിയെ അണ്ണൻ കൊണ്ടുപോയി കറന്നു എന്ന്. അപ്പം പിന്നെ കറന്നോ എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് രമണി ഒരു പശു ആയിരുന്നു എന്ന്. മനസ്സിലായോ? ആദ്യം രമണിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നു. ഈ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ദിലീപ് ഒമിനിക്കകത്ത് ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ട്. ആ സ്ത്രീയെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ഒമിനിക്കകത്ത് അണ്ണം വരുന്നതും പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ആ ഒരു സീൻ വെച്ചത്, ആ പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകുന്നത്, പിന്നെ രണ്ടാമത്തെ ഇവരൊരു ജോക്കിന് വേണ്ടിയിട്ട് രമണിയെ തട്ടിക്കൊണ്ടുപോയി കറന്നു എന്ന് പറയുന്നത്. കറന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ഇതൊരു പശു ആയിരുന്നു എന്ന്. ഇതുപോലെ ഒരു കാട്ടപരാധങ്ങൾ സീന് ദിലീപിന്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സമൂഹത്തിന് ചേരാത്ത തരത്തിലുള്ള, പണ്ടത്തെ സിനിമകളിലൊക്കെ എന്തും കാണിക്കാമായിരുന്നു, പക്ഷെ ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം അത്രയും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. മാത്രമല്ല, ഇപ്പോൾ ഒരു കേസ് ഇങ്ങനെ നടക്കുകയാണ്, ദിലീപ് തട്ടിക്കൊണ്ടു പോകുക അല്ലെങ്കിൽ ആ ഒരു റേപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് പുതിയ പടത്തിൽ ഇതുപോലൊരു സീൻ വെച്ചപ്പോൾ ആളുകൾക്ക് പ്രതിഷേധം ഉണ്ടായി. അതും ഒരു കോമഡി ആയിട്ടാണ് കാണിക്കുന്നത്. ഇതൊരു കഥ പോലെ പറയുന്നതാണെങ്കിലും ആ ഒരു സീൻ അവിടെ അവര് കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു സീൻ വലിയൊരു വിമർശനങ്ങൾക്കും ചർച്ചയ്ക്കും വഴിവരുത്തിയിട്ടുണ്ട്. കാരണം ദിലീപിന്റെ പടങ്ങളിൽ ഇതുപോലുള്ള ചീഞ്ഞ കോമഡികൾ പണ്ട് മുതൽക്കേ ഉള്ളതാണ്. അതിന് ഇപ്പോഴും ഒരു മാറ്റമില്ല. ഇനി മുമ്പുള്ള ഏതോ ഒരു സിനിമയിൽ ലാല് പറയുന്ന ഒരു കോമഡി, ദിലീപിന്റെ ലാല്, നമ്മുടെ ഈ ലാല് തന്നെ, ബാബുരാജിനെ നോക്കി, അവൻ ചെറിയൊരു പീഡന കേസിൽ പ്രതിയാണ്. ചെറിയൊരു പീഡന കേസ്, ഒരു 10 വയസ്സ് ഓക്സോ 10 വയസ്സോ ഉള്ള കൊച്ചിനെ പീഡിപ്പിച്ച എന്നെ ഒരു കോമഡിയാക്കി പറയാണ് ദിലീപിന്റെ പടത്തിൽ. അത് ലാലാണ് പറയുന്നത്. ഓക്കെ, അതൊക്കെ അന്നേരം ആ സമയത്ത് നമ്മളത് കാണുമ്പോൾ വലിയൊരു തോന്നത്തില്ല. പിന്നീട് നമ്മളത് ചിന്തിക്കുമ്പോഴാണ് ഓക്കെ, ഇത് അത്ര കോമഡി ആയിട്ട് എടുക്കേണ്ട ഒരു സാധനമല്ല എന്ന് മനസ്സിലാവുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം അങ്ങനെ അത്ര ലാഘവത്തോടെ പറഞ്ഞ് തള്ളേണ്ട ഒരു കാര്യമല്ലെന്ന് മനസ്സിലാകുന്നത്. എന്നാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ദിലീപിന്റെ ഒരുപാട് സിനിമകളിൽ
സിനിമകളിൽ കുറെ കാണിച്ചിട്ടുണ്ട്, അതുപോലെ ഇതിനകത്തും ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഫേസ്ബുക്ക് റൈറ്റപ്സ് വരുന്നുണ്ട്. കുറെ ആളുകൾ ഇതിനകത്ത് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഓരോ കുറിപ്പുകളൊക്കെ എഴുതിയിടുന്നുണ്ട്. സ്റ്റെഫി ജോൺ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരത്തി എഴുതിയിട്ടേക്കുന്ന ഒരു കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. ഇയാൾ നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇയാൾ തന്നെ കൊടുത്ത അടിയാണ് ഈ സിനിമയിലെ കറക്റ്റ് കിഡ്നാപ്പിംഗ് സീന്. ഇങ്ങനെ ഒരു വിഷയം കത്തി നിൽക്കുമ്പോൾ അതിനൊരു വിലയും കൊടുക്കാതെ സിനിമയിൽ കാണിക്കുക എന്നത് ശരിക്കും ഓർക്കുമ്പോൾ പേടിയാവുന്നു. ഈ സിനിമയുടെ ഇന്റർവെല്ലിന് മുമ്പുള്ള സീനിൽ മാത്രമാണ് ആകത്തുക എനിക്ക് ഇഷ്ടമായത്. നല്ല കളറിംഗ് സെറ്റിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു ഹൈ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ എൽ വരുമ്പോൾ പടം കത്തും എന്ന് വിചാരിച്ച എന്നെ പോലുള്ളവരുടെ മുമ്പിലേക്ക് ഇവർ ഇട്ടു തന്ന സീനാണ് ഞാൻ മേൽ പറഞ്ഞത്. ഞാൻ ആ സീൻ എന്തോന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ശേഷം എൽ വന്നിട്ട് കാണിക്കുന്നതൊക്കെ വെച്ച് സിനിമ എങ്ങനെയും തീർന്നാ മതി എന്നായി. ലാലേട്ടൻ ഇതുപോലുള്ള സിനിമകളിൽ അഭിനയിക്കേണ്ട ആവശ്യം എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. തന്റെ കേസ് തുടങ്ങിയതിൽ പിന്നെ അതുപോലെ അല്ലെങ്കിലും ആ സ്വഭാവം വെച്ച് ചെയ്ത പടങ്ങളുടെ കൂട്ടത്തിൽ ഒന്നുകൂടെ എന്നതാണ്. പിന്നെ ഇത് മറ്റു സിനിമകളെ പോലെ ഒരു ഡീസന്റ് മീറ്ററിൽ പോകുന്ന പടമല്ല. നടിയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് സമയത്ത് സമാനമായ സീൻ വെച്ചിട്ട് റെഫറൻസ് കാണിക്കുന്നതിലൂടെ ഇയാൾ എന്തൊരു വൃത്തികെട്ടവനാണെന്ന് അടയാളപ്പെടുത്തുന്ന ഒരു പടമായി കാണിക്കുന്നു. ഇതാണ് സ്റ്റെഫി ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിന്റെ അടിയിൽ സ്റ്റെഫിയെ വിമർശിച്ച ഒരുപാട് പേര് വരുന്നുണ്ട്. ഇനി ദിലീപിന്റെ സിനിമകളിൽ കിഡ്നാപ്പിംഗ് സീൻ പാടില്ല എന്ന് അറിയിച്ചു കൊള്ളുന്നു ഒരു കമന്റ്. ഡി കൊച്ചെ, നിനക്ക് ഭ്രാന്താണോ ബ്രോ? സിനിമ ഈസ് ആൻ ആർട്ട്. അതിൽ പുള്ളിയുടെ പേഴ്സണൽ ലൈഫുമായി എന്ത് ബന്ധം? പിന്നെ സ്റ്റോറി ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആക്ടർ അല്ലല്ലോ. ഇതിനുള്ള മറുപടി ഞാൻ പറയാം, ഡിസൈഡ് ചെയ്യുന്നത് ആക്ടർ അല്ലല്ലോ എന്ന്. അപ്പോൾ ദിലീപിന്റെ സിനിമകളിൽ ഇനി റേപ്പ് സീൻ പാടില്ലല്ലേ, അല്ലെങ്കിൽ അതേ ചുവ വരുന്ന സീൻ പാടില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റുകൾ ഇവർക്ക് വിമർശനമായിട്ട് വരുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു സിനിമയിലോട്ട് വരാം. ഈ പടത്തിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മെയിൻ ലീഡ് ആക്ട്രസ് ഇല്ല, ഒരു നടി ഇല്ലാത്ത പടമാണിത്. കോയിൻസിഡൻസ് ആവാം, നോ ഐഡിയ. 2, സീമിനെ നോക്കി ദിലീപ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കി, നിങ്ങൾ എല്ലാവരും കൂടിയാണ് എന്നെ ഭ്രാന്തനാക്കിയത് എന്ന്. അത് കഴിഞ്ഞ് വേറൊരു ഡയലോഗ്, കേരള പോലീസ് ഫുൾ എന്റെ പുറകിലാണല്ലോ എന്ന്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഡയലോഗ്, മീഡിയ എന്റെ ജീവിതം തുലച്ചു. ഈ ലാസ്റ്റ് പറഞ്ഞ 2 ഡയലോഗും വെറുതെ തമാശയ്ക്ക് പറയുന്ന ഡയലോഗാണ് ആ സിനിമയ്ക്കകത്ത്. സത്യത്തിൽ ആ സിനിമയ്ക്കകത്ത് അങ്ങനൊന്നും അല്ല. ആ സിനിമയ്ക്കകത്ത് വെറുതെ എന്താ പറയാ, ഫോഴ്സ്ഫുള്ളി പറയുകയല്ലോ, എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് എന്തോ ഒരു സാധനം ജനങ്ങളിലോട്ട് കൊടുക്കണം. ഫോഴ്സ്ഫുള്ളി ഈ സിനിമയ്ക്കകത്ത് മൊത്തം ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്ന പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീൻ അവിടെ ആവശ്യമില്ല, എന്നാലും കുത്തിക്കയറ്റുവാണ് മനഃപൂർവ്വം ആളുകളുടെ കയ്യിൽ നിന്ന് കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ലാലേട്ടൻ ഇന്നത്തെ മുണ്ട് മടക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിന്റെ അവിടെ യാതൊരു ആവശ്യമില്ല, എന്നാലും ആൾക്കാരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ആ സീൻ അതിനകത്ത് കുത്തിക്കയറ്റി വെച്ചേക്കാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് കളികൾ ഇതിനകത്ത് ഈ സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ വേറെ സീൻ എന്ന് പറഞ്ഞാൽ ഇതെന്റെ കംബാക്ക് മൊമെന്റ് ആണ്, കംബാക്ക് സീൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ നമ്മൾ ട്രെയിലർ ഈ ഒരു ഡയലോഗ് കണ്ടതാണ്. അപ്പം റിയൽ ലൈഫുമായിട്ട് അല്ലെങ്കിൽ കറണ്ട് സിനാരിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ സീൻസ് അല്ലെങ്കിൽ കുറെ ഡയലോഗ്സ് ഈ ഒരു സിനിമയിൽ ഫോഴ്സ്ഫുള്ളി കുത്തി നിറച്ചിട്ടുണ്ട്. അത് 100% അല്ലെങ്കിൽ 100-150% നമുക്ക് ആ സിനിമ കാണുമ്പോൾ വിസിബിൾ ആയിട്ട് കാണുന്ന കാര്യമാണ്. ഈ ഒരു കാര്യത്തിൽ ദിലീപിന്റെ ഒരു ഇന്റർഫറൻസ് ഉണ്ട് എന്ന് ഞാൻ പറയാനുള്ള ഒരു റീസൺ, അല്ലെങ്കിൽ ഇത് മനഃപൂർവ്വം കുത്തിക്കയറ്റിയാന്ന് പറയാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ റൈറ്റർ നൂറിൻ ഷെരീഫും പുള്ളിക്കാരത്തിന്റെ ഭർത്താവ് ഫഹീൻ ഷറഫ് ഇവർ രണ്ടുപേരും ഈ ഒരു സ്റ്റോറി റൈറ്റ് ചെയ്തേക്കുന്നത്. ഇവർ ആദ്യം ഈ ഒരു സിനിമയ്ക്കകത്ത് കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച വ്യക്തി നമ്മുടെ പ്രണവ് മോഹൻലാൽ ആയിരുന്നു. എന്നിട്ട് ലാലേട്ടൻ ഗസ്റ്റ് റോളി വരുന്നു. ഇതായിരുന്നു അവർ ആദ്യം ഉദ്ദേശിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊന്ന് ഇവർ കൂടിക്കാഴ്ച കടന്നുണ്ട്. അന്ന് ഈ സാധനം ചർച്ചയായിട്ടുള്ളതാണ്. ഓക്കെ, അന്നേരം ആദ്യം ഉദ്ദേശിച്ച കാസ്റ്റ് പ്രണവ് മോഹൻലാൽ ആയിരുന്നു. എന്നിട്ട് പിന്നീട് അവര് ദിലീപിനെ ചൂസ് ചെയ്യായിരുന്നു. ഈ നൂറിൻ ഷെരീഫ് തന്നെ പറയുന്നുണ്ട്, പ്രണവിന് പകരം ദിലീപിനെ കാസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് അഴിച്ചുപണികൾ നടത്തി. അപ്പൊ റൈറ്റർ തന്നെ പറയുന്നുണ്ട് ദിലീപിനെ കാസ്റ്റ് ചെയ്തത് കൊണ്ട് ഒരുപാട് അഴിച്ചുപണികൾ നടത്തിയെന്ന്. ആ ഒരു അഴിച്ചുപണിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഡയലോഗ്സിന്റെ കുത്തിനറ ഇതിനകത്ത് ഉണ്ടായത്. മനസ്സിലായോ? ദിലീപിന് പറയാൻ, ജനങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ, കുറെ ഡയലോഗ്സ് ഇതിനകത്ത് അഴിച്ചുപണി ഇതിനകത്ത് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു സിനിമയ്ക്കകത്ത് പ്രണവ് മോഹൻലാലാണ് അഭിനയിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഡയലോഗ് ഒന്നും വരത്തില്ല. ദിലീപ് അതിന്റെ പേര് മാത്രമാണ് അങ്ങനെ ഒരു സാധനം അതിനകത്ത് വന്നത്. ഇതൊരു കോയിൻസിഡൻസ് ആണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു സംഭവം മനഃപൂർവ്വം ഡയലോഗ്സ് ഇങ്ങനെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡയലോഗ്സ് കുത്തി നിറയ്ക്കുന്നത്. ദിലീപ് അറസ്റ്റിലായപ്പോൾ റിലീസായ രാമലീല മൂവി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തോരം ഡയലോഗ്സ്, ഇങ്ങനെ നിൽക്കുന്ന എന്തോരം ഡയലോഗ്സ് കിട്ടുമെന്ന് അറിയോ? വളരെ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. രാമലീലയുടെ അന്നത്തെ ഒരു ട്രെയിലർ ഞാൻ കാണിക്കാം. തെളിവുകൾ തീരുമാനിക്കും പ്രതി ആരാവണം. പ്രതി ഞാനാവണം
എന്നൊരു തീരുമാനമുള്ള പോലെ. ഈ രണ്ട് ഡയലോഗ് മുകേഷ് പറയുന്ന തെളിവുകൾ തീരുമാനിക്കും പ്രതി ആരാകണമെന്ന്. അത് കഴിഞ്ഞിട്ട് ദിലീപ് പറയുന്ന ഡയലോഗ് പ്രതി ഞാനാകണമെന്ന് എന്തോ ഒരു തീരുമാനം ഉള്ളതുപോലെ. നിങ്ങൾ ഈ ഒരു കേസുമായിട്ട് ഈ ഒരു ഡയലോഗിനെ കണക്ട് ചെയ്ത് നോക്ക്, മനസ്സിലായോ? അപ്പൊ പുള്ളിക്ക് പറയാനുള്ള സാധനം അതിനകത്തോട് അടിക്കുന്ന പോലെയാണ് എനിക്ക് ഈ ഒരു ടീസർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ഇത് രണ്ടാമത് ഇറക്കിയ ടീസറാണിത്. ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് രണ്ടാമത് ഇറക്കി ഈ രണ്ട് പർട്ടിക്കുലർ ഡയലോഗ് വെച്ചിട്ട് ദിലീപിനെ അറസ്റ്റിലായ സമയത്ത് ഇറങ്ങിയ ടീസറാണ്. തെളിവുകൾ തീരുമാനിക്കും പ്രതി ആരാകണമെന്നും പ്രതി ഞാനാകണമെന്ന് ആർക്കോ എന്തോ തീരുമാനം ഉള്ളതുപോലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവൊന്നും ഇല്ലാഞ്ഞിട്ടും ദിലീപിനെ ആ സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അതിനെതിരെ പറഞ്ഞ സാധനമാണിത്. പിടികിട്ടിയോ? അപ്പം ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു പരിപാടി പുള്ളിയുടെ സിനിമകളിൽ കാണുന്നത്. പിന്നെ വേറൊരു ഫാക്ട് ഞാൻ പറയാം. ഈ രാമലീല കണ്ടിട്ടുള്ളവർക്ക് അതിന്റെ ഒരു സ്റ്റോറി ലൈൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ വേറൊരു കോയിൻസിഡൻസ് നമുക്ക് മനസ്സിലാവും. കോയിൻസിഡൻസ് എന്തോ വാട്ടവർ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണം അതിന് വ്യാഖ്യാനിക്കാം. ദിലീപാണ് അതിനകത്ത് ഒരു കുറ്റകൃത്യം ആ ഒരു കൊല ചെയ്യുന്നത്. എന്നിട്ട് ദിലീപിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള തെളിവുകൾ സംഘടിപ്പിക്കും. എന്നിട്ട് ദിലീപ് ആ ഒരു കൊലയിൽ നിന്ന് രക്ഷപ്പെടും. കോടതി ദിലീപിനെ വെറുതെ വിടും. എന്നിട്ട് ഏറ്റവും അവസാനം വെറുതെ വിട്ടതിന് ശേഷമാണ് അറിയുന്നത് ആ ഒരു കുറ്റകൃത്യം ചെയ്തത് ദിലീപാണ് എന്ന്. ദിലീപിനെ ശിക്ഷിക്കാത്ത എന്താണ്? തെളിവുകൾ തീരുമാനിക്കും പ്രതി ആരാവണമെന്ന്. ദിലീപിനെതിരെ തെളിവുകളൊന്നുമില്ല. പക്ഷെ റിയൽ ലൈഫല്ല, സിനിമയിലെ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്ക് പ്രതി വെറുതെ വിടുകയും ചെയ്തും കുറ്റം ചെയ്ത് ദിലീപ്. ഓക്കെ, എന്തില്ല ആവട്ടെ, അതിന്റെ കഥ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ദിലീപിന്റെ സിനിമകളിൽ നമ്മൾ ഇതുപോലുള്ള കുറെ റെഫറൻസ് കാണാറുണ്ട്. പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറച്ചില്, കുത്തിക്കയറ്റിയ ഡയലോഗ്സ്, സ്വയം വൈറ്റ് വാഷ് അടിക്കുന്ന പരിപാടികൾ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഇതിനു മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം ഒന്ന് തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു സിനിമയോടെയാണ് ഞാൻ അത് തിരുത്താൻ ആഗ്രഹിക്കുന്നത്. ദിലീപ് സിനിമ ഇനി ഞാൻ കാണില്ല എന്ന് തീരുമാനിച്ചവരോട് ഇതൊരു കലയാണ്, അതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാണണം എന്ന് ഇനി ഞാൻ ഒരിക്കലും പറയില്ല. സോ എന്താണ് ഗൈസ് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയുന്നില്ല. മേ ബി ഈ ഒരു സിനിമ OTT റിലീസ് ആയതിനു ശേഷം ഇനിയും കുറെ കോൺട്രവേഴ്സീസ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം കുട്ടികളെ വെച്ചിട്ട് ഒരു ഡബിൾ മീനിങ് ജോക്കൊക്കെ അടിക്കുന്ന ഒരു വകുപ്പൊക്കെ ഇതിനകത്ത്. അത് ദിലീപ് അല്ല അടിക്കുന്നത്, വിനീത് ശ്രീനിവാസന്റെ കൂടെ നിൽക്കുന്നവരത്തിനാണ് അടിക്കുന്നത്. ഓക്കെ, വോട്ടെവർ, അതൊക്കെ മിക്കവാറും വിവാദമാവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. സോ എന്താണ് ഗൈസ് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയുന്നില്ല. വേറെ വീട്ടിൽ. അപ്പം ശരി.